മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന സുരേഷ് പാണക്കാടെത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. സുരേഷിന്റെ മാറ്റം ജനങ്ങളും അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. ജനാധിപത്യ ചേരിയിലേക്ക് സുരേഷ് ഇപ്പോഴെത്തി. മലമ്പുഴ VSന്റെ സ്ഥിരം മണ്ഡലമാണ്. മലമ്പുഴയുമായി സുരേഷിന് പൊക്കിൽക്കൊടി ബന്ധമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അദ്ദേഹം UDFിലെത്തിയത് UDFന് കരുത്തു പകരും. ഇതിലൂടെ നല്ല സന്ദേശം നൽകാൻ കഴിയും. മാറ്റം ജനങ്ങൾ അംഗീകരിക്കും. ഇത് UDFന് കരുത്തും ആവേശവും നൽകുമെന്നും തങ്ങൾ വ്യക്തമാക്കി. ഈ മാറ്റത്തെ ജനങ്ങളും അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അത് UDFന് നല്ല കരുത്തും ആവേശവും പകരുന്നു. മലമ്പുഴയിലെ ഒരു സാധ്യത എങ്ങനെ വർദ്ധിപ്പിക്കാം? മലമ്പുഴ എന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊക്കിൽക്കൊടി ബന്ധമായിരിക്കും മലമ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. VSന്റെ ഒരു സ്ഥിരം മണ്ഡലമായിരുന്നു. അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം, അവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്, നേതാക്കളെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മലമ്പുഴയും തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. അപ്പം ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അതിനെ നോക്കിയത്. പാണക്കാട് ഒരു സാംസ്കാരിക കേന്ദ്രമാണെന്ന് സുരേഷും പറഞ്ഞു. അനുഗ്രഹം തേടിയാണ് പാണക്കാടെത്തിയത്. ഇവിടെ വരാൻ പലതവണ ആഗ്രഹിച്ചിട്ടുമുണ്ട്. ഇപ്പോഴത് സാധ്യമായതിൽ സന്തോഷമുണ്ട്. മലമ്പുഴയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ UDF തീരുമാനമെടുക്കും. അരുൺകുമാർ സ്ഥാനാർത്ഥിയായാൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് ഊഹാപോഹങ്ങൾക്ക് മറുപടി ഇല്ല എന്നായിരുന്നു സുരേഷിന്റെ മറുപടി. കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കൊടപ്പനക്കൽ തറവാട്. ഞാൻ കേട്ടറിവുള്ളത് ഒരുപാട് തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ തറവാട്ടിൽ നിന്ന് കയറണം, അനുഗ്രഹമാകണം. ഇന്നാണ് അത് സാധിച്ചത്. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം തികച്ചും ഒരു പേഴ്സണലായിട്ടുള്ളൊരു വിസിറ്റും ഒരു അനുഗ്രഹം വാങ്ങലും കൂടിയാണ് സാധിക്കും. ഹൈപ്പോത്തിക്കലാണ്. അത് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ തീരുമാനം വരട്ടെ, നമുക്ക് ആലോചിക്കാം.